നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് സൈനിക മേധാവി അസീം മുനീർ എന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാൻ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ആദിൽ രാജ് രംഗത്തെത്തുകയാണ്. അസീം തന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണിത് ചെയ്തത് എന്നും ഇതിനെ പാക് ചാരസംഘടനയായ ISI അതായത് ഇന്റർ സർവീസ് ഇന്റലിജൻസ് എതിർത്തതായും ആദിൽ പറയുന്നു. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആദിലിന്റെ പ്രതികരണം വരുന്നത്. പാക് ഇന്റലിജൻസ് കൂട്ടായ്മയിലെ വിശ്വസ്തരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്നാണ് അഭിമുഖത്തിൽ ആദിൽ പറയുന്നത്. അസീം മുനീറിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടന്നത് എന്നും വരും പതിറ്റാണ്ടിലേക്ക് തന്റെ അധികാരം ഉറപ്പിക്കാനും വിന്യസിപ്പിക്കുവാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും ആദിൽ അവകാശപ്പെടുന്നു. ISIയെ എതിർത്തും ചൈനയുടെ അനുവാദത്തോടുകൂടിയായിരുന്നു ഈ നീക്കം. ISIക്കും പാക് സൈന്യത്തിനും ഇടയിലുള്ള വിള്ളൽ വെളിവാക്കുന്നതിനാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വീണ്ടും പ്രകോപനമുണ്ടാകുന്ന പരാമർശങ്ങളുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് രംഗത്ത്. സിന്ധു നദിയിലെ വെള്ളം വഴിതിരിച്ചു വിടുന്നാൽ തന്നെ ഇന്ത്യ ഏത് തരത്തിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയാലും അതിനെ തകർക്കുമെന്നാണ് ഈ ഖവാജ ആസിഫിന്റെ ഭീഷണി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ മോശമായ സാഹചര്യത്തിലും യുദ്ധക്കൊതി നിറഞ്ഞ പരാമർശങ്ങൾ തുടരുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി. പാകിസ്ഥാന്റെ കാർഷിക ഭൂമിയുടെ 80% വെള്ളം ഉറപ്പിക്കുന്ന സിന്ധു നദീജല കരാർ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. പാകിസ്ഥാന് ജലം വഴിതിരിച്ചുവിടുന്നത് ആക്രമണത്തിന്റെ മുഖമായി കണക്കാക്കുമെന്നാണ് ഖവാജ വ്യക്തമാക്കുന്നത്. സിന്ധു തടത്തിൽ ഈ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നായിരുന്നു ചോദ്യം. അത് പാകിസ്ഥാനെതിരായ ആക്രമണമായിരിക്കും. അവർ ഇത്തരത്തിലുള്ള ഒരു വാസ്തുവിദ്യാശ്രമം നടത്തിയാൽ പോലും പാകിസ്ഥാൻ ആ നിർമ്മിതി നശിപ്പിക്കുമെന്നും ഖവാജ ആസിഫ് പറയുന്നു. അതേസമയം ഇത്തരം പൊള്ളയായ ഭീഷണികൾ പാകിസ്ഥാനികൾക്കിടയിലെ ഭയം മാത്രമാണ് കാണിക്കുന്നത് എന്ന് BJP ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ പറയുന്നു. ഖവാജ ആസിഫ് വ്യക്തമായും പരിഭ്രാന്തിയിലാണ്. അദ്ദേഹം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി മാത്രമാണ് എങ്കിലും അദ്ദേഹത്തിന് കാര്യമായ നിയന്ത്രണമൊന്നും തന്നെയില്ല. അദ്ദേഹം നിരന്തരം പൊള്ളയായ ഭീഷണികൾ പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവന മന്ത്രി മാത്രമാണ്. പാകിസ്ഥാനികൾക്കിടയിലെ ഭയം വ്യക്തമാണ്. അവർക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഷനവാസ് ഹുസൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിനിടെ രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പാക് റേഞ്ചർ ഇന്ത്യൻ സേനയുടെ പിടിയിലായതായി റിപ്പോർട്ട്. ശനിയാഴ്ചയാണ് ഇയാളെ BSF കസ്റ്റഡിയിലെടുത്തത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് എന്നാണ് വിവരം. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായിരുന്നു. ഇതിനിടെ അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന് അതിർത്തി രക്ഷാ സേനയിലെ ഒരു ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. 182ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ PK സിംഗിനെയാണ് ഏപ്രിൽ 23-ന് ഈ ഫിറോസ്പൂർ അതിർത്തിക്ക് സമീപത്ത് നിന്ന് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തത്. ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി ഇരു സേനകളും തമ്മിൽ ചർച്ച തുടരുന്നതിനിടയിലാണ് പാക് റേഞ്ചർ പിടിയിലാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ശനിയാഴ്ച വൈകിട്ട് നിർണായക കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണത്തിന് ശേഷം ഇരുവരും ഇതാദ്യമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ജമ്മു കാശ്മീരിൽ പരിശോധനയും ജാഗ്രതയും തുടരുന്നു. ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നതായി സുരക്ഷാ സേന അറിയിച്ചു. അതേസമയം ശ്രീനഗറിൽ കഴിഞ്ഞ മാസം 19-ന് ആക്രമണം നടന്നു എന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനഗറിൽ സുരക്ഷ വർദ്ധിച്ചിരുന്നു. എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടക്കുമെന്നതിനെ സംബന്ധിച്ച് സൂചനകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ഇതിനിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ഇരു മന്ത്രിമാരുമായി ചർച്ച നടത്തി. ഇന്നലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. അതേസമയം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് കര, നാവിക, വ്യോമസേന അംഗങ്ങൾ. 45 മിസൈൽ ലോഞ്ചറുകൾ അടക്കം പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കരസേന വാങ്ങും. അറബിക്കടലിൽ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയതിനു ശേഷം പടക്കപ്പലുകൾ പുറപ്പെടാൻ ഒരുങ്ങുന്ന ചിത്രവും നാവികസേന പുറത്തുവിട്ടു. ഗംഗ അതിവേഗ പാതയിൽ രാത്രിയിലും യുദ്ധവിമാനങ്ങളുടെ ലാൻഡിംഗ് വ്യോമസേന നടത്തി. ഇന്ത്യയുടെ പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് കരസേന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്. ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയെ തകർക്കുന്നതിനായുള്ള ഹ്രസ്വദൂര പ്രതിരോധ സംവിധാനങ്ങളാണ് വാങ്ങുന്നത്. 48 ലോഞ്ചറുകൾ, 85 മിസൈലുകൾ ഉൾപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് കരസേനയുടെ ഭാഗമായി ഉള്ളത്. കൂടാതെ പടക്കോപ്പുകൾ,
അതിർത്തിയിൽ പ്രദേശത്തേക്ക് വിന്യസിച്ച് എന്തിനും തയ്യാറാണ് എന്ന സന്ദേശവും സേന നൽകിക്കഴിഞ്ഞു. പാക് സൈന്യത്തിൽ നിന്നും എന്തെങ്കിലും നീക്കമുണ്ടായാൽ കനത്ത തിരിച്ചടിയാണ് നിർദ്ദേശിക്കുന്നത്. യുദ്ധ സാഹചര്യത്തിൽ റൺവേക്ക് പകരം എക്സ്പ്രസ് വേ ഉപയോഗിക്കുന്നതിനുള്ള പ്രതിരോധത്തിനാണ് ഗംഗ അതിവേഗ പാതയിൽ വ്യോമസേന പൂർത്തിയാക്കിയത്. റാഫേൽ, സുഖോയ് 30, മിഗ് 29, ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു. രാത്രി ലാൻഡിംഗിനും വിജയകരമായി തന്നെ പൂർത്തിയായി. അറബിക്കടലിൽ ഗുജറാത്ത് തീരത്ത് നാവികസേനയുടെ അഭ്യാസ പ്രകടനം പൂർത്തിയാക്കി. പടക്കപ്പലിന്റെയും അന്തർവാഹിനികളുടെയും ചിത്രങ്ങൾ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ കുറിച്ച് നാവികസേന പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. അതിർത്തിയിൽ സ്ഥിതി രൂക്ഷമായിരിക്കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിലെ വിക്ടറി ദിന ചടങ്ങിൽ പങ്കെടുക്കില്ല. രാജ്നാഥ് സിംഗിന് പകരം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തിനെ അയച്ചേക്കുമെന്നാണ് വിവരം. അതിനിടെ ആക്രമണം അന്വേഷിക്കുന്ന NIA ജമ്മു ജയിലിലുള്ള 2 ഭീകരരെ ചോദ്യം ചെയ്തു. 2023 രജൌരി പൂഞ്ച് ആക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിലായ 2 ഭീകരരെയാണ് NIA ചോദ്യം ചെയ്തത്. ജമ്മു ജയിലിലുള്ള നിസാർ അഹമ്മദ്, മുസ്താഖ് ഹുസൈൻ എന്നിവരെയാണ് NIA സംഘം 4 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. അതേസമയം പാകിസ്ഥാനി യുവതിയെ വിവാഹം കഴിച്ച വിവരം മറച്ചുവെച്ചതിന് CRPF ജവാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജമ്മു സ്വദേശി മുനീർ അഹമ്മദിനെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ജവാന്റെ പ്രവൃത്തി സേനയുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്നുമാണ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ. തിരികെ പാകിസ്ഥാനിലേക്ക് അയക്കരുത് എന്നാവശ്യപ്പെട്ട് ജവാന്റെ ഭാര്യ ജമ്മു കാശ്മീർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ കോടതി ഇടപെട്ടാൽ ഉത്തരവ് പുറപ്പെടുവിച്ചതോടുകൂടി ജവാന്റെ ഭാര്യയ്ക്ക് താൽക്കാലികമായി ഇന്ത്യയിൽ തുടരാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. വിഷയം കോടതിയിൽ എത്തിയതോടുകൂടിയാണ് ജവാനുമായി പാകിസ്ഥാൻ യുവതിയുടെ വിവാഹം കഴിഞ്ഞ വിവരം പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ജവാനെ സേനയിൽ നിന്നും പിരിച്ചുവിട്ടത്. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ ലംഘിക്കുന്ന സാഹചര്യത്തിൽ ജമ്മുവിലെ അതിർത്തി പ്രദേശങ്ങളിലുള്ള വൻ ബങ്കറുകൾ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷിത ഇടത്തേക്ക് അതിനകത്ത് ഉണ്ടായിരുന്നവരെ മാറ്റി താമസിക്കാനും പറഞ്ഞിട്ടുണ്ട്. അർണിയ, അതുപോലെ തന്നെ RS പുരിയിലെ അബ്ദുല്ലിയൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗ്രാമീണ സമൂഹ ബങ്കറുകളും വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. 50ഓളം പേർക്ക് ഒരുമിച്ച് പാർക്കാവുന്നതും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഉള്ളതുമാണ് ഇവ. വെടിവെപ്പ് പതിവായതിനാൽ തന്നെ അതിർത്തി പ്രദേശമായ പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിലുള്ളവരും പ്രതിസന്ധിയിൽ തന്നെയാണ്.